പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ജില്ലയിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് കർശന സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ക്ലാസ് മുറികളും സ്കൂൾ പരിസരങ്ങളും പൂർണ്ണമായി അപകടരഹിതമാക്കുക എന്നതാണ് ലക്ഷ്യം. സ്കൂൾ കെട്ടിടങ്ങൾ, ശൗചാലയങ്ങൾ, ലാബ്, ലൈബ്രറി, കളിസ്ഥലം, ചുറ്റുമതിൽ എന്നിവ കേന്ദ്രീകരിച്ച് സമഗ്ര സുരക്ഷാ പദ്ധതികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. സ്കൂൾ കെട്ടിടങ്ങൾ കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ക്ഷമതാ സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കണം. ഫിറ്റ്നസ് ലഭിക്കാത്ത കെട്ടിടങ്ങളിൽ യാതൊരു കാരണവശാലും അധ്യയനം നടത്താനോ മറ്റാവശ്യങ്ങൾക്കോ ഉപയോഗിക്കാൻ പാടില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്കൂളുകളിൽ വാടക കെട്ടിടത്തിലോ മറ്റ് സ്ഥാപനങ്ങളിലോ ക്ലാസുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ കെട്ടിടങ്ങൾ കൂടി പരിശോധിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉറപ്പാക്കണം. കെട്ടിടങ്ങളുടെ സ്ഥിരത, ക്ലാസ് മുറികളുടെ അവസ്ഥ, ശുചിത്വ സൗകര്യങ്ങൾ, വൈദ്യുത സംവിധാനം എന്നിവ പരിശോധിക്കണം. വിള്ളൽ വീണ ചുവരുകൾ, സുരക്ഷിതമല്ലാത്ത ഇലക്ട്രിഫിക്കേഷൻ, സുരക്ഷിതമല്ലാത്ത വാതിലുകൾ, ജനാലുകൾ തുടങ്ങിയവയെല്ലാം നീക്കം ചെയ്ത് അറ്റകുറ്റപ്പണി നടത്തി ഉപയോഗപ്രദമാക്കണം. സ്കൂളുകളിലെ മുഴുവൻ അടിസ്ഥാന സൗകര്യങ്ങളുടെയും സമഗ്രമായ സുരക്ഷാ ഓഡിറ്റ് നടത്തണം. സ്കൂൾ പരിസരത്ത് വളർന്നു നിൽക്കുന്ന കുറ്റിച്ചെടികളും പുല്ലും, അപകടകരമായ രീതിയിൽ വളർന്നു നിൽക്കുന്ന മരങ്ങൾ, മരച്ചില്ലകൾ എന്നിവയും കൃത്യമായ ഇടവേളകളിൽ മുറിച്ചു മാറ്റണം. കളിസ്ഥലങ്ങൾ, സമീപ പ്രദേശങ്ങളിൽ പടർന്നുപിടിച്ച സസ്യങ്ങൾ, കെട്ടിക്കിടക്കുന്ന വെള്ളം, ഇഴജന്തുക്കൾ, വന്യജീവികൾ എന്നിവയിലൂടെ ഉണ്ടാവാൻ സാധ്യതയുള്ള അപകടങ്ങൾ എന്നിവ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. ഉപയോഗശൂന്യമായ ഉപകരണങ്ങളും ഫർണിച്ചറുകളും സ്കൂൾ പരിസരത്തു നിന്ന് നീക്കം ചെയ്യണം. സ്കൂൾ കിണറുകൾക്ക് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയും കിണർ മൂടി സുരക്ഷിതമാക്കുകയും ചെയ്യണം. ഇഴജന്തുക്കളുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ വനംവകുപ്പുമായി ചേർന്ന പാമ്പുപിടുത്തക്കാരുടെ സേവനം ലഭ്യമാക്കാനും അപകട സാധ്യത ഒഴിവാക്കാനും ശ്രദ്ധിക്കണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം. UTV ന്യൂസ്, പാലക്കാട്.